മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണപതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, ദാഹമായി തിരിച്ചറിഞ്ഞു. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞു. നിറവാർന്നു കനിവാർന്നു ചാർത്തേണമേ നാഥ. എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം.
ആനന്ദം ആത്മാവിൻ ആഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റു പറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇന്ന് കേട്ട തിരുവചനത്തിന്റെ അടിസ്ഥാനത്തില് ഇന്നത്തെ ഗ്രൂപ്പിനെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ജപമാല ചൊല്ലിയ ഫ്രാൻസിസ് ചേട്ടനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, MC ചെയ്യുന്ന സിജിമോൾ മാത്യുവിനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രൊക്ലമേഷൻ നടത്തുന്ന രാജേഷിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. ടെസ്റ്റിമണി നടത്തുന്ന ലാലി ജോസഫിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന ടോമിച്ചൻ ചേട്ടനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും വൈൻഡപ്പ് ചെയ്യുന്ന അലിസുടി ചേച്ചി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാമായ ജോയി ആലിപ്പാട്ട് പിതാവിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സമാപന ആശീർവാദം നൽകുന്ന മനോജച്ചനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മിസ്യോ ടീമിലുള്ള എല്ലാ മെന്റേഴ്സിനെയും എല്ലാ ലീഡേഴ്സിനെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മിസ്യോ ടീമിലൂടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള എല്ലാ മിസ്യോ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചന ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ആദരത്തിലൂടെ പ്രഘോഷിക്കുവാനായിട്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷികളായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര, ആമേൻ. ദൈവത്തിന് സ്തുതി. ലോക സുവിശേഷവത്കരണത്തിനായി വചനപ്രഘോഷണം എന്ന നമ്മുടെ ദൗത്യ നിർവഹണത്തിലേക്ക് നമ്മെ ഒരുക്കുന്ന മിസ്യോ പ്രിലിംസിന്റെ 14-ാം ബാച്ചിന്റെ 4-ാമത്തെ സെഷനിലേക്ക് ദൈവസ്നേഹത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷന്റെ അനുഗ്രഹത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് ചേട്ടനും ഫാമിലിക്കും, പ്രാരംഭ ഗാനം ആലപിച്ച സിസി ചേച്ചിക്കും, പ്രാർത്ഥന ചൊല്ലിയ ജോണിക്കുട്ടി ചേട്ടനും മിസ്യോ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് തുടർന്നുള്ള സെഷനിലേക്ക് കയറാം. മിസ്യോ ഗ്രൂപ്പിന്റെ ആത്മീയ പിതാവും ഷിക്കാഗോ രൂപതാധ്യക്ഷനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമാപന ആശീർവാദം തരുന്ന ഫാദർ മനോജ് താനിയിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്യോ കുടുംബത്തിന്റെ സാരഥിയും നമുക്കേവർക്കും പ്രിയപ്പെട്ട ആലീസുകുട്ടി ആന്റിയെയും ഒപ്പം പ്രവർത്തിക്കുന്ന ടോമിച്ചൻ ചേട്ടൻ ഉൾപ്പെടുന്ന റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന ഓരോരുത്തരെയും, ഒപ്പം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ കൂട്ടായ്മയിൽ ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ നിത്യസത്യമായ ദൈവസ്നേഹത്തെക്കുറിച്ചും വ്യവസ്ഥകളില്ലാത്ത ആ സ്നേഹം അനുഭവിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയും നാം കണ്ടുകഴിഞ്ഞു. ലൂക്ക 2:11 പറയുന്നു,
സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. യേശു രക്ഷകൻ എന്ന മൂന്നാമത്തെ നിത്യസത്യമാണ് ഇന്നത്തെ സെഷൻ. ആദ്യമായി വചനപ്രഘോഷണത്തിനായി രാജേഷ് എബ്രഹാം ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സെഷനുകളിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളിലെ പാപാവസ്ഥയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം കാണാൻ പോകുന്നത് ഈ പാപാവസ്ഥയിൽ നിന്നും നമുക്ക് കരകയറുവാൻ, നമുക്ക് ഓരോരുത്തർക്കും കരകയറുവാൻ ഒരു മാർഗമുണ്ടോ എന്ന ചിന്തയിലേക്കാണ്. അവിടെയാണ് യേശു രക്ഷകൻ എന്ന് നാം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന നമ്മുടെ മൂന്നാമത്തെ വിശ്വാസ സത്യത്തിന്റെ പ്രസക്തി. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ 430 ഖണ്ഡികയിൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. രക്ഷ അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയുന്നിടത്ത് അതിന്റെ മറ്റൊരു വശമായ പാപം, അപകടം എന്നിവയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാപം അല്ലെങ്കിൽ അപകടം വർദ്ധിച്ചിടത്താണ് ഒരു രക്ഷ അല്ലെങ്കിൽ ഒരു രക്ഷകനെ നാം കാക്ഷിക്കുന്നത്. അങ്ങനെ അപകടം അല്ലെങ്കിൽ പാപം വർദ്ധിച്ചെടുത്ത് മറ്റൊന്നുകൂടി ഉയർന്നു വരുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഒരു വലിയ നിലവിളി. നമുക്കറിയാം, നാം ഓരോരുത്തരും വലിയൊരു അപകടം വരുമ്പോഴോ പാപാവസ്ഥയിൽ അകപ്പെട്ടു പോകുമ്പോഴോ ആണ് ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത്. ഈ നിലവിളിയെക്കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, പഴയ നിയമ ജനത എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഭൗതികാനുഗ്രഹങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഇവർക്ക് ഈ ഭൗതികാനുഗ്രഹങ്ങൾ ലഭിക്കാതെ വരുന്നുവോ അപ്പോഴെല്ലാം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അവരുടെ പാപം വർദ്ധിക്കുകയും അവർ ദൈവത്തിന്റെ കരുണയ്ക്കായി നിലവിളിക്കുന്നതും നമുക്ക് പഴയ നിയമഗ്രന്ഥം കാണിച്ചു തരുന്നു. നമുക്കറിയാം, ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോശയെ തിരഞ്ഞെടുക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ തിന്മ ചെയ്ത് മിദിയാൻകാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ ഗിദെയോനെ തിരഞ്ഞെടുക്കുന്നതും ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തുടർന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും സൂസന്നയുടെ നിലവിളി കേട്ട് അവളുടെ സത്യസന്ധത വെളിവാക്കുന്നതിന് വേണ്ടി ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവം തന്റെ ശക്തി പ്രകടമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എപ്പോഴൊക്കെ ഈ പഴയ നിയമജനത അപകടത്തിൽപ്പെടുന്നുവോ അപ്പോഴെല്ലാം തന്റെ ഉദാത്ത സൃഷ്ടിയായ മനുഷ്യജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്നേഹപിതാവായ, ക്ഷമാശീലനായ, കാരുണ്യവാനായ ദൈവം തന്റെ ശക്തി പ്രകടമാക്കുന്നത് നമുക്ക് ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നാൽ ഇതാ പഴയത് കടന്നുപോയി പുതിയത് വന്നു ചേർന്നപ്പോൾ സ്നേഹപിതാവായ ദൈവം പാപം വർദ്ധിച്ചെടുത്തൊക്കെ തന്റെ കൃപ അതിലേറെ പ്രകടമാക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ ബലി നൽകിക്കൊണ്ട് പുതിയൊരു നിയമം നൽകിക്കൊണ്ട് പറയുകയാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ എല്ലാമായ ഓമനപുത്രനെ കാൽവരിയിൽ ബലിയായി നൽകിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ മരിച്ചു പോയവരുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും ഇനിയും ഈ ലോകത്തിലേക്ക് പിറക്കാനിരിക്കുന്ന എല്ലാ ആളുകളുടെയും പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്നതാണ്. 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. തുടർന്ന് യോഹന്നാൻ 3:17 പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പ്രിയമുള്ളവരെ, പാപാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യജനതയെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഒരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു നാമമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ ജീവിതത്തില് എൻ്റെ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടുന്നത് എൻ്റെ 37-ാമത്തെ വയസ്സിലായിരുന്നു. അതുവരേക്കും ദൈവം ആരെന്നും യഥാർത്ഥ ദൈവസ്നേഹം എന്തെന്നും അറിയാതെ പാപത്തിന്റെയും അടിമത്തത്തിന്റെയും മുഖം വഹിച്ചുകൊണ്ടായിരുന്നു ഞാനും നടന്നിരുന്നത്. ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിലും
വ്യർത്ഥമായ വിഗ്രഹങ്ങളെയും ആചാരങ്ങളെയും പിന്തുടർന്നുകൊണ്ട് പാപാവസ്ഥയിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെട്ടു പോവുകയും ഒടുവിൽ മരണപാശം എന്നെ മുറുകെ പിടിച്ചപ്പോൾ ഒരു നിലവിളിയുടെ വക്കത്തെത്തിയ ഞാൻ 2016 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു തിരുഹൃദയ ദർശനത്തിലൂടെ എന്റെ രക്ഷകനെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നു. പ്രിയമുള്ളവരെ, അന്നു മുതൽ എനിക്കറിയുകയല്ല, ഇരുട്ടിൽ നടന്നിരുന്ന ഞാൻ പ്രകാശത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അതുവരെ ദുഃഖം അനുഭവിച്ച ഞാൻ പുതിയൊരു സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഞാനും എന്റെ രക്ഷകന്റെ കൈപിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഞാനാണ് എന്റെ ദൈവത്തെ കണ്ടെത്തി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ യോഹന്നാന്റെ പുസ്തകം 15:16 ദൈവം എനിക്ക് വ്യക്തമാക്കി തന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണോ ചെയ്തത് എന്ന്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തില് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് ഇസ്രായേൽ ജനത തിന്മ ചെയ്ത് സർപ്പദംശനമേറ്റ് മരിക്കാൻ തുടങ്ങുമ്പോൾ മോശ ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം മോശയോട് പറയുന്നു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ആ വടിയിലേക്ക് നോക്കുന്നവരെല്ലാം നിത്യജീവനിലേക്ക് പ്രവേശിക്കും. മോശ അതുപോലെ ചെയ്തു. സർപ്പദംശനമേറ്റ് മരിക്കാൻ തുടങ്ങിയ ഇസ്രായേൽ ജനത മോശ വടിയിൽ ഉയർത്തി നിർത്തിയ പിച്ചള സർപ്പത്തെ നോക്കി ജീവനിലേക്ക് പ്രവേശിക്കുന്ന സംഭവം നമുക്ക് സംഖ്യയുടെ പുസ്തകം കാണിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ നമുക്കും കാൽവരിയിൽ നിർത്തിയിരിക്കുന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കി പാപാവസ്ഥയിൽ നിന്നും നമുക്കും ജീവനിലേക്ക് പ്രവേശിക്കാം. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായത്തിൽ നല്ല കള്ളൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്ന സംഭവം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ഭാഗമാണ്. നമുക്കറിയാം മറ്റ് സിനോപ്റ്റിക്കൽ ഗോസ്പലിലെല്ലാം തന്നെ ഈ സംഭവം പറയുന്നുണ്ടെങ്കിലും ലൂക്കാസ് സുവിശേഷം അത് കൂടുതലായിട്ട് ആഴത്തിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം അവൻ കള്ളനായിരുന്നു, അവൻ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അത് ക്രൂശിതനായ യേശുവിന്റെ മുമ്പിൽ വെച്ചാണ് അവൻ മറ്റേ കള്ളനോട് പറയുന്നുണ്ട്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണെന്ന് പറയുന്നുണ്ട്. അതിലൂടെ തന്നെ അവൻ തന്റെ കുറ്റം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിതനായ യേശുവിലേക്ക് നോക്കി തന്റെ പാപങ്ങളെല്ലാം അവനിൽ സമർപ്പിച്ചുകൊണ്ട് നിലവിളിക്കുകയുണ്ടായി. ആ നിലവിളി ക്രൂശിതനായ യേശു കേട്ട് കാണും, നല്ല കള്ളൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ കള്ളനിൽ നിന്നും നല്ല കള്ളനിലേക്ക്, നല്ല കള്ളനായിക്കൊണ്ട് കാൽവരിയിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നമുക്കും രക്ഷയിലേക്ക് നടന്നെടുക്കാം. ആമേൻ. ഏകജാതനെ ബലി നൽകിക്കൊണ്ട് സ്നേഹദാതനായ ദൈവം നമ്മെ രക്ഷിച്ചു. യേശു ഏകരക്ഷകൻ എന്ന നിത്യസത്യത്തെക്കുറിച്ച് ശക്തമായ ബോധ്യങ്ങൾ തന്ന രാജേഷ് എബ്രഹാം ചേട്ടനെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ യേശു രക്ഷകനാണെന്ന് കണ്ടെത്തിയ ടെസ്റ്റിമണിക്കായി ലാലി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച എനിക്ക് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും ചില ജീവിതാനുഭവങ്ങളും പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ പേര് ലാലി ജോസഫ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. കല്യാൺ രൂപതയിലെ സെയിന്റ് ചാവറ ചർച്ച് അംഗമാണ്. ഇപ്പോൾ 2008 വരെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെയിന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് അംഗമായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഭർത്താവ് റോയി തോമസ് 14 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരണമടഞ്ഞു. ചെറുപ്പം മുതൽ ദൈവഭക്തിയിൽ വളർന്ന ഒരു ഭവനത്തിലെ അംഗമായിരുന്നു ഞാൻ. 1989 ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുവാനും രക്ഷകനായ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാനും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും എനിക്ക് സാധിച്ചു. 91 എന്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് എന്നെ വിവാഹം ചെയ്തയച്ചത്. വളരെയേറെ പ്രതീക്ഷയോടും പ്രാർത്ഥിച്ചൊരുങ്ങിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന എനിക്ക് ധാരാളം സഹനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു. പിന്നീട് ബിസിനസ് ചെയ്യുവാൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ ബിസിനസ് നല്ല രീതിയിൽ പുരോഗമിച്ചു. പിന്നീട് കടങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയും ബാങ്ക് ലോൺ എടുക്കേണ്ടതായും വന്നു. അങ്ങനെ 10 വർഷക്കാലം ലക്ഷങ്ങളുടെ കടബാധ്യതയും ബിസിനസ്സിലുണ്ടായ തകർച്ചയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഈ കാലയളവിൽ
തമ്പുരാനോട് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. വചനം വായിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് കർത്താവ് തന്ന ഒരു വചനം യെരമ്യ 29:11 നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ജപ്തി ചെയ്യാമായിരുന്ന അവസ്ഥയിലായിരുന്നു വീടും പറമ്പും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ വളരെയധികം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. അത് തമ്പുരാൻ തന്ന ഒരു വചനം. ഈ വചനം ഞങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു വന്നു. ഈ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 2007 ഞങ്ങൾ വീടും 6 ഏക്കർ പറമ്പും വിറ്റ് കടങ്ങൾ വെട്ടി. പിന്നീട് 1 വർഷക്കാലം ഞങ്ങൾ നാട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. അതിനുശേഷം ഉത്തർപ്രദേശിലെ ജോൺപൂരിലേക്ക് ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരായി ജോലി ചെയ്തു. ജോൺപൂർ ഡയോസിസിന്റെ കീഴിലുള്ള സ്കൂളിൽ പഠിപ്പിക്കുവാനും അവിടെ കുട്ടികൾക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച കോൺവെന്റ് സ്കൂളിൽ പഠിക്കുവാനും ദൈവം അനുഗ്രഹിച്ചു. മക്കളെ ദൈവഭക്തിയിൽ വളർത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കല്യാണം കഴിഞ്ഞാണ് ഞാൻ BEd പഠിച്ചത്. BEd പഠിക്കണമെന്നുള്ള എന്റെ വിവാഹശേഷം നടത്തുന്ന യേശുവിന് 1000 നന്ദി പറയുന്നു. എന്റെ സഹനത്തിന്റെയും ദുരിതത്തിന്റെയും കാലങ്ങളിൽ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി. സങ്കീർത്തനം 119:71 പറയുന്നുവല്ലോ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. യേശുവിൽ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വീണ്ടും ജീവിതം മുന്നോട്ട് തുടങ്ങിയ നാളിൽ അപ്രതീക്ഷിതമായ ഒരു സഹനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2010 നാട്ടിൽ സഹോദരിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാനായി കടന്നുപോയ ജീവിത പങ്കാളി നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഒരു ട്രെയിൻ ആക്സിഡന്റിൽ പെട്ട് മരിക്കുവാനിടയായി. ലക്നൌവിലായിരുന്നു ട്രെയിൻ ഇറങ്ങേണ്ടിയിരുന്നത്. ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും ആളെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞു ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായതിനും. വളരെയധികം ഞെട്ടലോടും വേദനയോടും കൂടിയാണ് ഞങ്ങൾ ആ വാർത്ത ശ്രമിച്ചത്. പിന്നീട് അത് ഉത്തർപ്രദേശിലെ MP-യിലെ ബിനായിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. ഞാനും കുട്ടികളും ബന്ധുക്കളും എല്ലാം പിന്നയിലേക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് വരികയും അങ്ങനെ സെയിന്റ് അൽഫോൻസ ചർച്ചില് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ സഹനത്തിന്റെ നാളുകളിൽ കർത്താവായ യേശുവാണ് എനിക്ക് രക്ഷയായി തീർന്നത്. ജീവിത പങ്കാളിയുടെ വേർപാട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഈ നാളുകളിൽ എന്റെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട കരിന്തോളിൽ അച്ഛന്റെ സ്നേഹവും പ്രാർത്ഥനയും വചനവും ഞങ്ങൾക്ക് എന്നും അനുഗ്രഹമായിരുന്നു, കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. അച്ഛൻ എപ്പോഴും വചനം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നു തന്നിരുന്നു. അപ്പ മരിക്കുമ്പോൾ കുട്ടികളെ 8ലും 10ലുമായിരുന്നു പഠിക്കുന്നത്. അവൾ കുട്ടി ജോത്സ്യാനയോട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുന്നോട്ടുള്ള പഠനം എങ്ങനെയെന്ന് ഓർത്ത് ഞാൻ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു. ആ നാളുകളിൽ വളരെ പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ അന്ന് കർത്താവ് തന്ന ഒരു വചനം യെശയ്യാ 54:13 കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കുക, അവർ ശ്രേയസ്സാർ എന്ന വചനമായിരുന്നു. ഞങ്ങൾ ആ വചനം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് നിർവഹിക്കുന്നു. BSc നഴ്സിംഗിന് പൂനെയിലെ പഞ്ചഗണിയിൽ അഡ്മിഷൻ എടുക്കുകയും അവിടെ ഞങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് പൂനെയിലേക്ക് ഞങ്ങളെ ദൈവം കൊണ്ടുവന്നു. അവിടെയുള്ള പഞ്ചഗണിയിലുള്ള സ്കൂളിൽ അധ്യാപകയായിട്ട് ഞാൻ ജോലി ചെയ്തു. കുട്ടികളോട് പഠിച്ചു. അങ്ങനെ 4 വർഷക്കാലം ഞങ്ങൾ ജോലിയിലായിരുന്നു. അതിനുശേഷം BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ മോൾക്ക് UK-യിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ UK-യിൽ നേഴ്സായിട്ട് അവൾ വർക്ക് ചെയ്യുന്നു. മകൻ ഡെല്ലോയിറ്റ്, അവളുടെ വിവാഹിതയാണ്. 2021 അവളുടെ വിവാഹം കഴിഞ്ഞു. ഡെല്ലോയിറ്റിൽ മോൻ വർക്ക് ചെയ്യുന്നു. വീടും പറമ്പും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇനി എന്ന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ എന്നൊരു സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ള ഒരു ചിന്ത ഞങ്ങളെ വളരെയധികം അലട്ടിയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അങ്ങനെ 2021 ദൈവം മനോഹരമായ ഒരു ഫ്ലാറ്റ് തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അവളുടെ ഗ്രാജുവേഷൻ പൂനെയിൽ കഴിഞ്ഞ് അവർക്ക് ഒരു ഇന്ത്യ കമ്പനിയിൽ ജോലി കിട്ടുകയും അങ്ങനെയൊക്കെ ഈ കഴിഞ്ഞ മെയ് മാസത്തില് നാട്ടിൽ വളരെ മനോഹരമായി ഒരു കുറവും കൂടാതെ ഒന്നിനും കുറവില്ലാതെ അവളുടെ വിവാഹം മനോഹരമായി നടത്തുന്നു. സ്കാനിയായി വർക്ക് ചെയ്യുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം രക്ഷകനായ യേശു ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു, ഭവനരഹിതയായി,
ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ രക്ഷകനായ യേശുവാണ് എനിക്ക് പ്രതീക്ഷയും പ്രത്യാശയും തന്നത്. രക്ഷകനായ യേശുവിൽ നിരാശപ്പെടാതെ ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. എന്നും കാത്തിരുന്നു. ദൈവം ഞങ്ങളെ വഴി നടത്തിയത് ഓർത്താല് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അത്രയേറെ ദൈവം ഞങ്ങളെ വഴി നടത്തി. അത്ര ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും ഞങ്ങൾക്ക് എന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് വലിയ അതികഠിനമായ ചൂടിലും തണുപ്പിൽ നിന്ന് കർത്താവ് ഞങ്ങളെ പഞ്ചഗണിയിലേക്ക്, അവിടുത്തെ ഊട്ടിയിലെ ക്ലൈമറ്റ് പോലെയുള്ള പഞ്ചഗണിയിലേക്ക് കർത്താവ് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചത്. അത് ഞങ്ങളുടെ ജീവിതത്തിന് അത് വഴിത്തിരിവായി തീർന്നു. അതിന് വഴിയൊരുക്കി തന്ന ബഹുമാനപ്പെട്ട ഭൂമി അച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സഹോദരരെ, 1 പത്രോസ് 5:6 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് ജീവിതത്തിൽ ഓടിപ്പോകാതെ, അത് ദൈവം നമുക്ക് അനുവദിച്ചു തന്ന സഹനങ്ങളാണ്. അത് നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ദൈവത്തിന്റെ പദ്ധതിയായാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് എന്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായി എനിക്ക് ഈശോയുടെ സ്നേഹം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. ദൈവവചനത്തിലൂടെ ഞാൻ അറിഞ്ഞ ഈശോയുടെ സ്നേഹം എന്റെ അറിവും സമ്പത്തും കഴിവും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഈശോ എനിക്ക് തരുന്നു. ഏറെ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും 10 ആഴ്ചത്തെ മെസ്സിയോ കൂട്ടായ്മയിൽ ചേർന്ന് ക്ലാസ്സുകളിൽ പങ്കെടുത്തത് മുഖേനയായി എനിക്ക് മെസ്സിയോ പ്രിലിമിനറി കോഴ്സ് ചെയ്ത വഴി 7 നിത്യസത്യങ്ങളെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചു. ഇന്ന് എനിക്ക് ഏറ്റവും അനുഗ്രഹമായി പറയാൻ കഴിയുന്ന കാര്യം എനിക്ക് എന്നും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നതാണ്. യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ദിവ്യബലിയിലൂടെ എനിക്ക് എന്നും സാധിക്കുന്നു. തകർച്ചയുടെയും സഹനത്തിന്റെയും നാളുകളിൽ എന്റെ രക്ഷയ്ക്കെത്തിയ യേശുവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും യേശുവിന്റെ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞാൻ ഇത് പരിശ്രമിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:12 നാം വായിക്കുന്നുവല്ലോ: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. കാലത്ത് എനിക്ക് രക്ഷകനായി തീരുന്ന ഈശോ യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നന്ദി. യേശുവെ ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി യേശു അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ലാലി ചേച്ചിക്ക് നന്ദി. പുത്രൻ തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെക്കുറിച്ചുള്ള സ്ലൈഡ് പ്രസന്റേഷനായി ടോമിച്ചൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. മുള്ളുകൾക്കിടയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ മുൾമുടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരൻ ചിത്തത്തിൻ മുറിവുകളോരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. മുള്ളുകൾക്കിടയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ മുൾമുടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരൻ ചിത്തത്തിൻ മുറിവുകളോരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. പാപാവസ്ഥയുടെ മുള്ളുകൾക്കിടയിൽ കിടന്ന് അയ്യോ ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിമോചിപ്പിക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കരഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് ഒരു സദ്വാർത്ത നൽകപ്പെടുകയാണ്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നമുക്ക് യേശു എന്ന രക്ഷകനിലൂടെ ഭൂമിയിലെ മനുഷ്യകുലത്തിന് മുഴുവനും രക്ഷ പ്രദാനം ചെയ്തു കഴിഞ്ഞു എന്ന് ഉള്ള സദ്വാർത്ത നമ്മൾ ഇന്ന് കാണുകയാണ്. നമുക്കറിയാം, മനുഷ്യകുലം മുഴുവനും പാപാവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ തന്നെ ദൈവം ആ പറുദീസായിൽ വെച്ച് തന്നെ ഒരു വാഗ്ദാനം, രക്ഷക വാഗ്ദാനം നൽകുന്നത് നമ്മൾ കാണുകയാണ്.
ഉൽപ്പത്തി 3:15 പറയുന്നു, സർപ്പത്തോട് ദൈവം പറയുക, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്ന് ഒരു രക്ഷക വാഗ്ദാനം നമ്മൾ അവിടെ വെച്ച് തന്നെ കാണുകയാണ്. നീണ്ട മനുഷ്യകുലത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വലിയൊരു പ്രിപ്പറേഷൻ ഒക്കെ അതിനുശേഷം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു സമൂഹത്തെ മുഴുവനും രൂപപ്പെടുത്തി ദൈവം കൊണ്ടുവന്നു. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കാൻ. അങ്ങനെ മനുഷ്യകുലത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ആട്ടിടയന്മാർ ഒരു പ്രഖ്യാപനം കേൾക്കുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖമാർ പാടി, രക്ഷകൻ കർത്താവ്, എൻ ഹൃത്തിൽ ഞാനും ഏറ്റുപാടി. മാലാഖമാർ പാടിയ ആ രക്ഷകൻ, കർത്താവ്, ക്രിസ്തു എന്ന നാമധേയങ്ങൾ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ട് അവൾ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെടും എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നീതിമാനായ യൗസേപ്പ് തൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയൊക്കെ ചിന്തിക്കുമ്പോൾ മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവദൂതൻ പറയുക, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, ദൈവം രക്ഷിക്കുന്നു എന്ന പേര് ഇടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് സ്വപ്നത്തിൽ യൗസേപ്പിന് ഒരു ദർശനം ലഭിക്കുക. അങ്ങനെ സ്വപ്നത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഔസേപ്പ് അവളെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നോക്കിയേ, ഇവിടെ പറയുക എന്തിനു വേണ്ടിയാ? നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പുത്രന്മാര്, നമുക്കറിയാം സ്വന്തം പുത്രന്മാർക്ക് നമ്മൾ വീതം കൊടുക്കണമെങ്കിൽ നമ്മുടെ കാലശേഷമൊക്കെ അവർക്ക് വീതം ലഭിക്കാറുള്ളൂ. പക്ഷെ പുത്രന്മാരായി ദത്തെടുക്കണമെങ്കിൽ ആദ്യം തന്നെ വീതം കൊടുക്കണം. അപ്പൊ അവിടെ ഒരു പ്രാധാന്യം നമുക്ക് കൽപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. നമ്മളെ കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹം നമ്മളിവിടെ കാണുക. എന്തിനു വേണ്ടിയാണ് കാലസമ്പൂർണത വന്നപ്പോൾ തന്റെ പുത്രനെ അയച്ചത്? നമ്മളെ ഓരോരുത്തരെയും പുത്രന്മാരായി പുത്രിമാരായി ദത്തെടുക്കേണ്ടതിന്. അങ്ങനെ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ അവൻ വിമുക്തരാക്കി എന്ന് വചനം നമ്മളോട് പറയുക. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി, കാരണം റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലാണ്, അതുപോലെ തന്നെ രക്ഷകനെ കാത്തിരിക്കുക, എവിടുന്നാണ് രക്ഷ വരിക എന്ന് കാത്തിരുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനം. അതില് നീതിമാനായ ശെമിയോനും അന്നയും ഇവിടെ എടുത്തു പറയപ്പെടുക ലൂക്കായുടെ സുവിശേഷത്തില്. അപ്പോ നമ്മൾ കാണുന്നത് ഇതാ, വളരെ കാലങ്ങളായിട്ട് രക്ഷകനെ കാത്തിരിക്കുന്ന ശെമിയോൻ ഈശോയെ ഔസേപ്പും മറിയവും കൂടെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുചെല്ലുമ്പോൾ ശിശുവിനെ കരങ്ങളിൽ എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം എന്തിനോ വേണ്ടി കാത്തിരുന്ന ഒരു ദാസനാണെന്ന് അവിടെ പറയുക. എന്നിട്ട് പറയുക, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതിനു വേണ്ടിയാണ് ജീവിച്ചിരുന്നത് എന്ന വിധത്തിലാണ് ശെമിയോനോട് പറയുന്നത്. ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ ഇവിടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, മുമ്പോട്ട് വരുമ്പോ നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 4:18 മുതൽ 19, 20, 21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവിന്റെ അധികാരപൂർവമുള്ള ഒരു പ്രഘോഷണമാണ്. സിനഗോഗിൽ പ്രവേശിച്ച്
അവന് വായിക്കാനായിട്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കൊടുത്തപ്പോൾ അത് എഴുന്നേറ്റ് നിന്ന് അധികാരപൂർവ്വം വായിച്ചുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മുമ്പോട്ട് ആ വായിച്ച് അവൻ വളരെ ആധികാരികപൂർവ്വം ഒന്ന് ഇരുന്നിട്ട് പറയുക, ഒരു പ്രഖ്യാപനം കൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾ കേട്ടിരിക്കെ ഈ വചനങ്ങൾ ഇവിടെ നിവൃത്തിയായിരിക്കുന്നു എന്ന്. അധികാരപൂർവ്വമുള്ള യേശുവിന്റെ പറച്ചില് നമുക്കറിയാം. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ യേശു താനാണ് ഈ മനുഷ്യകുലത്തെ മുഴുവനും രക്ഷിക്കാൻ വന്നിരിക്കുന്നത് എന്ന് തന്നെ കുറിച്ച് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിളിച്ച് അനൗൺസ് ചെയ്യുക. തന്റെ പദ്ധതി ഇതാണ്, തന്റെ ജീവിതത്തിന്റെ പദ്ധതി ഇതാണെന്ന് വിളിച്ചു പറയുക അവിടെ. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാനാണ് വാതിൽ. ഇങ്ങനെ ഏതെങ്കിലും ഒരു മത നേതാവോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പൊ ഞാൻ തന്നെയാണ് രക്ഷകൻ എന്ന് യേശു സ്വയം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ ദൈവം അകന്നു നിന്ന, തകർന്നു പോയ ബന്ധം, അകന്നു നിന്ന സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു അനുരഞ്ജനം സാധ്യമാക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലത്തെ മുഴുവനും തന്റെ പുത്രനായ യേശു മിശിഹായിലൂടെ മടക്കി കൊണ്ടുവരുന്ന മഹനീയമായ ഒരു പ്രവൃത്തി ചെയ്യാനാ ഈശോയെ ഭൂമിയിലേക്ക് വിട്ടത്. കൊളോസി ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ഇപ്രകാരമാ. ഈ ബന്ധത്തിന്റെ പുനഃസ്ഥാപനം സംഭവിക്കുക. കാരണം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകൽച്ച മാറ്റുവാൻ യേശു ക്രിസ്തു മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ വന്നു, ദാസന്റെ രൂപം സ്വീകരിച്ച്. എന്നിട്ട് വചനോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് നമുക്ക് ആർക്കും നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അനുരഞ്ജന പ്രക്രിയ അല്ല. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ ദൈവം തന്നോട് അനുരഞ്ജിപ്പിച്ചു. അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സമാധാനത്തിന്റെ പുനഃസ്ഥാപനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ. ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവില്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശാരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു. ഇത് പുതിയ ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. POCയുടെ പഠന ബൈബിൾ പുതിയ ട്രാൻസ്ലേഷൻ. അതുകൊണ്ടാണ് പഴയ വാക്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അത് ചിലപ്പോൾ കിട്ടാതെ വരും. അവിടെ പറയുന്നു, എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. അവൻ തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജന മതിൽ തകർക്കുകയും ചെയ്തു. ഈ വിഭജന മതിൽ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ഞാൻ ഇവിടെ ഒരു ചിത്രത്തിൽ കാണിക്കുകയാണ്. അതായത് യഹൂദർക്ക് മാത്രമേ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശനമുള്ളൂ. അകത്ത് കടന്നു വരുന്ന വിജാതിയർ മരണശിക്ഷാർഹരാണ് എന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്ന ഒരു വിഭജന മതിലുണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടമായി കാണുന്നത് ആ വിഭജന മതിലാണ് ഈശോ അങ്ങനെ വിജാതിയരെന്നും സജാതിയരെന്നും ഒക്കെ പറഞ്ഞുള്ള ആ വിഭജന മതിൽ ഈശോ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് എഫെസ്യ ലേഖനത്തിന് മുമ്പോട്ട് വീണ്ടും പറയുന്നത്. ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു, സമീപസ്ഥരോടും സമാധാനം പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ വിജാതിയരോടും സജാതിയരോടും സമാധാനം പ്രസംഗിച്ചു. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. നോക്കിയേ, ഇത്ര കൃത്യമായ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നു. നോക്കി, അവനിലൂടെ ഇരുകൂട്ടർക്കും, എല്ലാവർക്കും, ഇരുകൂട്ടർക്കും എന്ന് പറയുമ്പോൾ സർവ്വ മനുഷ്യകുലത്തിനും
ഒരേ ആത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം പഴയ നിയമകാലത്ത് സമാഗമ കൂടാരത്തിന് അടുത്തെത്തുക ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെയല്ല, വിശുദ്ധ സ്ഥലത്ത്, ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ മഹാപുരോഹിതന്മാർക്ക് മാത്രം വർഷത്തിലൊരിക്കലേ അനുവാദമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു നിന്ന മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് ഓടിക്കയറാൻ തക്ക വിധത്തിൽ ദേവാലയത്തിന്റെ തിരശീല കീറി രണ്ടായി മാറുന്നത് നമ്മൾ കാണുക. യേശുക്രിസ്തുവിന്റെ മരണത്തോടെ തന്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ എന്ന് പറഞ്ഞാൽ അത് കീറി മാറപ്പെട്ടു. അത് മുറിയപ്പെട്ടപ്പോൾ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം പറയുക. അപ്പൊ ആ തിരശീല മാറിയതോടുകൂടി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകൽച്ച മാറി, ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇത് യേശുക്രിസ്തുവിലൂടെ സംഭവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സൗജന്യമായ ദാനം, മഹാദാനം. അതാണ് നമ്മളിവിടെ കാണുന്നത്. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം സാധ്യമാക്കി. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്കറിയാം ലേവ്യരുടെ പുസ്തകത്തില് 4-ാം അധ്യായം, 5-ാം അധ്യായം, 6, 7 അധ്യായങ്ങളിലൊക്കെ നിയമപ്രകാരം മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായി ഊനമറ്റ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടണം എന്നുള്ള നിയമങ്ങൾ നിരവധി കാണാം. നമ്മൾ ഇവിടെ കാണുന്നു 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണമെന്ന. കർത്താവിനായി കുറിവീണ ആടിനെ, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി കർത്താവിന് വേണ്ടി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അപ്പൊ ആ കുറിവീണ ആടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ലേവ്യരുടെ പുസ്തകത്തില് 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുക. 21 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഇങ്ങനെയാണ് ആ ഭാഗം അവിടെ പറഞ്ഞു വെക്കുന്നത്. പ്രിയമുള്ളവരെ, അന്നത്തെ മഹാപുരോഹിതനായിരുന്ന അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും പാപങ്ങളും അക്രമങ്ങളും ഒരു കുഞ്ഞാടിന്റെ തലയിൽ കെട്ടിവെച്ച് അതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത് പോലെ ഇവിടെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ കാലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാസ് വിളിച്ചു പറയുക, ജനം മുഴുവനും നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന്. അപ്പോ ഈ യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് ഈ മനുഷ്യകുലത്തിന്റെ മുഴുവനും, എല്ലാ ജനം മുഴുവനും നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കണമെന്നൊരു പ്രഖ്യാപനം നടത്തുക. അന്നത്തെ മഹാപുരോഹിതൻ ചെയ്ത ഒരു പ്രവൃത്തിയുടെ റിസംബ്ലൻസ് ഇവിടെ കാണുക. കയ്യാഫാസിന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രിയമുള്ളവര്, അവന്റെ തലയിലേക്ക് ഈ ലോകത്തിന്റെ സകല പാപങ്ങളും കെട്ടി ചുമത്തിയിട്ട് അവനെ മരുഭൂമിയിലേക്കല്ല, അവനെ കാൽവരിയിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മളിവിടെ കാണുക. അതാണ് സ്നാപക യോഹന്നാൻ നമുക്ക് ഈശോയെ പരിചയപ്പെടുത്തി തന്ന വചനമായി ഇവിടെ കാണുന്നത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:29 പറഞ്ഞു വെക്കുന്നതിന്റെ കാരണം, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ രക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ മുഴുവനും പാപപരിഹാരത്തിനായി നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടൽ അനിവാര്യമായി വന്നു. അതുകൊണ്ടാണ് ഈ നിഷ്കളങ്കനായ മനുഷ്യന്റെ ഊനമറ്റ കുഞ്ഞാടിന്റെ മുറിയപ്പെടല് ഇവിടെ വന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആരും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ എല്ലാവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. അവൻ കാൽവരിയിൽ ചിന്തിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന കാര്യം നമുക്ക് ഇവിടെ ഒന്ന് ഓർത്ത് മുന്നോട്ട് പോകാം. അതുപോലെ പ്രിയമുള്ളവരെ, ഈശോ പരിചയപ്പെടുത്തുന്ന, നമുക്കറിയാം ജെറുസലേം പ്രവേശനത്തിന് ശേഷം ശിഷ്യന്മാരെ തന്റെ മരണത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ
യേശു അവരോട് പറയുക ഒരാളെ കുറിച്ച്. ആരെ കുറിച്ചാണെന്നറിയോ? തന്റെ പിന്നാലെ നടന്ന് തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും പല വേഷത്തിൽ വന്ന് പരീക്ഷിച്ച ഈ ലോകത്തിന്റെ അധികാരിയെ കുറിച്ച് പറയുക. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്ന് ഈശോ പറയുക. എന്ന് പറഞ്ഞാൽ താൻ കുരിശിൽ മരിക്കുന്ന നിമിഷം ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ഈശോ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല. യോഹന്നാൻ 14:30 പറഞ്ഞു വെക്കുക, എന്റെ മേൽ അധികാരമില്ല. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവർക്ക്, എന്റെ കരം പിടിക്കുന്നവർക്ക് ഈ അധികാരിയെ ഭയപ്പെടേണ്ടതില്ല എന്നവിടെ വ്യക്തമായി പറയുക. അപ്പൊ ശിഷ്യന്മാരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. തന്റെ മരണത്തിന് വേണ്ടിയിട്ട് അവരെ ധൈര്യപ്പെടുത്തുന്നത് നമ്മൾ കാണുക. ഇവിടെ നമ്മൾ ഒരു ചിത്രം കാണുന്നു പ്രിയമുള്ളവരെ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, 3-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്, ദൈവസമക്ഷം മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ, സാത്താന്റെ രൂപം. ഇവിടെ നമ്മൾ കാണുന്നത് സാത്താൻ മനുഷ്യരെല്ലാവരും തിന്മ ചെയ്തു, ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. റോമർക്കെഴുതിയ ലേഖനത്തില് നമ്മൾ കാണുന്നത് പോലെ 6-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നുണ്ടല്ലോ, നമ്മൾ 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ എല്ലാവരും തിന്മ ചെയ്തു. എല്ലാവരും 10-ാം അധ്യായത്തില് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ഒരാളും ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും എതിരെ സാത്താൻ മർമറ് ചെയ്യുന്നത് നമ്മൾ കാണുക. അങ്ങനെ മർമറ് ചെയ്യുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണുക. പ്രിയമുള്ളവര്, വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുക, സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. രാപകൽ ദൈവസമക്ഷം മനുഷ്യകുലത്തെ മുഴുവനും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന, പഴി പറഞ്ഞുകൊണ്ടിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു എന്ന് നമ്മൾ കാണുക. അതാണ് ഇവിടെ കാണുന്നത്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈശോയെ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന, ആ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഈശോ. അങ്ങനെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്, നിത്യനായ മധ്യസ്ഥൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അവൻ വന്നതും ഈ ലോകത്തിൽ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചതുമായ ദൗത്യം അവൻ കുരിശിൽ പൂർത്തിയാക്കിക്കൊണ്ട് പിതാവിനോട് പറഞ്ഞു, ഇതെല്ലാം പൂർത്തിയായിരിക്കുന്നു, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടു. ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടത് മാത്രമല്ല, സാത്താന്റെ തല തകർക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തില് നടത്തിയ രക്ഷക വാഗ്ദാനം ഇവിടെയാണ് പൂർത്തീകരിക്കുന്നത്. അവൻ ഏതെല്ലാം വിധത്തിൽ ഈശോയുടെ പിന്നാലെ കൂടി പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചു, പക്ഷേ അവന്റെ തല തകർത്തുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷ. ആ മരണശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. താൻ കുഞ്ഞാടായി മാറി തന്റെ മേൽ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അവന്റെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിൽ സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ കുരിശിൽ തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവനാണ് യേശുക്രിസ്തു. ജീസസ് ഡൈഡ് ഫോർ മീ, ദ ലീസ്റ്റ് ഐ ക്യാൻ ഡു ഈസ് ലിവ് ഫോർ ഹിം. നമുക്ക് അവന് വേണ്ടി ജീവിക്കാൻ, നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ജയിലിലാണെങ്കിൽ എന്നെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളെ, ആരെയെങ്കിലും ഒരാളെ 2 ദിവസത്തേക്ക് ഒന്ന് ജയിലിലേക്ക് വിടുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഒരാൾ പോലും അത് സമ്മതിക്കാൻ സാധ്യതയില്ല. എത്ര നല്ലവനാണെങ്കിൽ പോലും നമ്മൾ അത് സമ്മതിക്കില്ല. പിന്നെയാണോ ഒരു മോശമായി ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളൊരു ത്യാഗം ചെയ്യുക? ഒരിക്കലും നമ്മളാരും ചെയ്യാൻ പോകുന്നില്ല. പിതാവായ ദൈവം നമ്മളെല്ലാവരും നിഷേധികളായിരുന്നപ്പോൾ, നമ്മളെല്ലാവരും പാപികളായിരുന്നപ്പോൾ, നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ സകല അധർമ്മങ്ങളിലുമായിരുന്നപ്പോൾ, പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വേണ്ടി തന്റെ സ്വപുത്രനെ കീറി മുറിച്ച് ഭക്ഷണമായി നൽകാൻ തക്ക വിധം അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് 1 പത്രോസ് 3:18 പറയുന്നത്, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും
പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്കു വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. നീതിരഹിതർക്കു വേണ്ടിയുള്ള നീതിമാന്റെ മരണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും പാപികളായിരിക്കുമ്പോ എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. 2 കൊരിന്ത്യർ 5:21 പറയുക, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. കുരിശിൽ കിടക്കുന്ന തൂങ്ങിക്കിടക്കുന്ന യേശു പാപമായി മാറി. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി, നമുക്ക് നീതി ലഭിക്കാൻ വേണ്ടി. കാരണം നമ്മെ കൊണ്ട് സാധ്യമാകാത്ത എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യകുലത്തെ മനുഷ്യരൂപത്തിൽ ഈശോ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ സകല ഭാരങ്ങളും ഏറ്റെടുത്ത് അവൻ കുരിശിൽ കിടന്ന് അവൻ പാപമായി മാറി. എന്തിനാണെന്നറിയോ? പാപം മരിക്കണം, എന്നേക്കുമായി പാപം മരിക്കണം. അങ്ങനെ പാപം മരിച്ച് അവൻ നമുക്ക് ഒരു വീണ്ടെടുപ്പ് നൽകുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഗലാത്യ ലേഖനം 3:13 കാണുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നുകൊണ്ട്, അവൻ പാപമായി തീർന്നുകൊണ്ട്, അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ, ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കാൻ വേണ്ടി അവിടുന്ന് എനിക്ക് വേണ്ടി തന്റെ ജീവനെ സമർപ്പിക്കുകയാ ചെയ്തത്. കൊളോസ്യ ലേഖനത്തില് പൗലോസ് പറയുന്നു, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. പിതാവായ ദൈവം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മുഴുവനും മോചിപ്പിച്ചു. എന്നിട്ടോ മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. അവന്റെ കൂടെ അവന്റെ മഹത്വത്തിൽ പങ്കാളികളാകാൻ നമ്മളെ അവിടുന്ന് ചേർത്ത് പിടിക്കുകയും കൂടെ ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിലൂടെ നമ്മെ അവിടുന്ന് സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന കൂടെ ഈ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനെയും അത് അറിയിക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ടെന്നും കൂടെ അവിടെ ഒരു വ്യംഗ്യാർത്ഥം കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. സാത്താന്റെ മേല്, മരണത്തിന്റെ മേൽ അധികാരമുള്ളവന്റെ മേൽ അവൻ അധികാരം കൈവരിച്ചു. മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ചു. പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, യേശു ക്രിസ്തു തന്റെ പരാജയത്തിലൂടെ ലോകത്തിന്റെ മുഴുവൻ പരാജയം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് തന്റെ പരാജയത്തിലൂടെ അവൻ പരാജയപ്പെട്ട് വിജയം നേടുകയാണ് ചെയ്തത്. മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിച്ചു കഴിഞ്ഞു. ഇനി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പോലും വേണ്ട, രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് പറയുക. അപ്പോ അതാണ് വചനം നമ്മളെ കൃത്യമായി പറയുന്നത്. ഇനി അവന്റെ ഉയർപ്പിലൂടെ ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം സാധ്യമാക്കി. അവനങ്ങ് മരിച്ചു പോവുകയായിരുന്നെങ്കിൽ എനിക്ക് എന്നും അതൊരു ദുഃഖ കാരണമാകുമായിരുന്നു. കാരണം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഒരുവൻ മരിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്ക് എന്നും ഒരു ദുഃഖ കാരണമാകുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ച ഒരു പയ്യന്റെ സങ്കടം. 10-12 വർഷം മുമ്പ് അവൻ ഓടിച്ചിരുന്ന ബൈക്കിന്റെ പിന്നിലിരുന്ന അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഇറങ്ങി വരുമ്പോ പെട്ടെന്ന് ബ്രേക്ക് അമർത്തേണ്ടി വന്നു. ബ്രേക്ക് അമർത്തിയപ്പോഴേക്കും ബൈക്ക് ഒന്ന് ഉലഞ്ഞു. പുറകിലിരുന്നവൻ മുമ്പിലേക്ക് തെറിച്ചുപോയി. അവൻ തലയിടിച്ചു വീണ് അവൻ ആ റോഡിൽ ഓൺ ദ സ്പോട്ടിൽ മരണപ്പെട്ടു. 12 വർഷം കഴിഞ്ഞിട്ടും അവന്റെ ദുഃഖം മാറിയിട്ടില്ല. അവന്റെ സുഹൃത്ത് അവൻ കാരണം മരിച്ചു എന്ന കുറ്റബോധവുമായിട്ട് നടക്കുകയാണ്. ആ മകനോട് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അവന്റെ ദുഃഖത്തിൽ നിന്ന് അവൻ മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ കാരണം ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം വലിയൊരു വിഷമമായിരിക്കും. അപ്പൊ എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം മരിച്ചതല്ല, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടമായിരിക്കും. എന്നാൽ അവനെ ദൈവം ഉയർപ്പിച്ചുകൊണ്ട്
നമുക്ക് നീതീകരണം നേടിത്തന്നിരിക്കുക, സൗജന്യമായ നീതീകരണം. യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്തേക്ക് എന്നിട്ട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുവരെയും ഈശോ അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. സാത്താൻ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലമുകളിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട്, ഗോപുരമുകളിലൊക്കെ കൊണ്ടു നിർത്തി എല്ലാം ഭൂമി മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മൗനമായി നിൽക്കുന്ന ഈശോയെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, യേശു എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനായിരുന്നു ഈശോയുടെ സ്ഥാനത്തെങ്കിൽ സാത്താനോട് പറഞ്ഞേനെ, എടാ ഇതൊന്നും നിന്റേതല്ല, ഇതൊക്കെ എൻ്റെ അപ്പൻ്റെതാണെന്ന് ഞാനാണെങ്കിൽ പറഞ്ഞേനെ. പക്ഷെ അവിടെ വെച്ച് ഈശോ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അത് ദൈവം, പിതാവായ ദൈവം അത് ആരെ ഏൽപ്പിച്ചുവോ അവരത് കൊണ്ടുപോയി സാത്താന്റെ കക്ഷത്തിൽ കൊടുത്തു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോ ഒന്നും മിണ്ടാതെ നിന്നത്. അത് വില കൊടുത്തു വാങ്ങുന്നത് വരെ അവന്റെ കയ്യിലാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അത് വില കൊടുത്തു വാങ്ങി ഉത്ഥാനം ചെയ്തതിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തിക്കോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ അവരെയും പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈശോ അവരെ പറഞ്ഞു വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്നും യേശു പറയുന്നുണ്ട് അവരോട്. പ്രിയമുള്ളവർ, ഇതാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തു ഈ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ലോകത്തിലുള്ള സകലത്തിന്റെയും ഭൂമിയിലുള്ള സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവൻ അധികാരം നേടിയിരിക്കുന്നു. ഈ അധികാര സീമയിൽ പെടാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ആവശ്യമില്ലാത്തതിനൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം എന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നവനെ വലം കൈ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്തിനേലും ഭയപ്പെടേണ്ടതുണ്ടോ? ഇനി റോമർക്കെഴുതിയ ലേഖനത്തില് നമ്മൾ വീണ്ടും കാണുന്നത് ഇപ്രകാരം, ആ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അവൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവായിരിക്കും. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാ, ഉടയവൻ എന്നാണ്. എന്റെ ഉടമസ്ഥനാണ് അവൻ, എന്റെ ജീവന്റെ ഉടമ അവനാ. കാരണം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. എന്നാൽ പിതാവ് അവനെ ഉയർപ്പിച്ചതോടുകൂടി അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ എന്റെ ഉടമസ്ഥനായി മാറി. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും എന്ന് റോമർക്കെഴുതിയ ലേഖനം നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ 5:9 പറയുന്ന ഇപ്രകാരം, ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. അവൻ മൂലം ക്രോധത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം സൗജന്യമായ നീതീകരണമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് വചനം പറഞ്ഞു വെക്കുക. പ്രിയമുള്ളവരെ, മരണവാശത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത് നമ്മെ എല്ലാവരെയും നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി അവൻ സകലത്തിന്റെയും കർത്താവായി. അവനാണ് സർവത്തിന്റെയും ഉടമ. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ കൃത്യതയോടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മൾ കിടന്ന പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി അവൻ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുക. അവന്റെ മഹത്വത്തിൽ നമ്മളെ പങ്കാളികളാക്കിയിരിക്കുകയാണ്. യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മളിൽ ഒരാളായി ജീവിച്ച് മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെട്ട് ഈ ഭൂമിയിലായിരുന്ന് താൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത, എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത സകല ദൗത്യങ്ങളും പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കരേറി മഹത്വീകരിക്കപ്പെട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് ആ മഹത്വത്തിൽ നമ്മളെ പങ്കുകാരാക്കാനായിട്ടാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കൂടെ നൽകുന്നത്. അങ്ങനെ അവൻ അഭിഷിക്തനായിത്തീരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു നിത്യനായ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. എന്തെന്നാൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഭാഷ തിരിച്ചറിയുന്ന, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു വലിയ ഗ്രേറ്റ് ഔട്ട്റീച്ച് നടത്തി ഭൂമിയിൽ വന്ന് നമ്മെ രക്ഷിച്ച് പൂർണ്ണമായിട്ടും ദൗത്യം പൂർത്തീകരിച്ച് പിതാവിങ്കിൽ ചെന്ന് അവിടെ ആയിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ മാത്രമേ ഉള്ളൂ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടവൻ. അവനാണ് നമ്മുടെ മധ്യസ്ഥൻ എന്ന് 1 തിമോത്തി 2:5 പറഞ്ഞു വെക്കുന്നു. മനുഷ്യകുലത്തിന്റെ മുഴുവനും രക്ഷയാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്.
അത് മാത്രമാണ് യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം. എല്ലാവരും രക്ഷിക്കപ്പെടണം, ഭൂമിയിലെ മനുഷ്യകുലം മുഴുവനും തന്നിലൂടെ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അവനിലൂടെ മാത്രമേ പിതാവിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അവനാണ് ഈ കീറിപ്പോയ തിരശീല എന്ന് പറഞ്ഞാൽ, അവനാകുന്ന അവൻ നമുക്ക് വേണ്ടി നവീനവും സജീവവുമായ പാത തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ വചനം കണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ മുഴുവനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇനി ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നമ്മളൊന്ന് പഠിച്ചാൽ മതി. അതാണ് ഗലാത്യ ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പറയുന്ന ഇപ്രകാരമാ: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടു കഴിഞ്ഞു, നിങ്ങളെ ക്രിസ്തു മോചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾ അവിടുന്ന് മാറിപ്പോകരുത്, സ്ഥിരതയോടെ നിൽക്കണമെന്നാ പറയുന്നത്. വേവറിങ് ക്യാരക്ടർ ഉണ്ടാവരുതെന്ന് പറയുന്നു. നമ്മൾ ഇനി ഉറച്ചു നിൽക്കണം. ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മക്കളായി നമ്മൾ ജീവിക്കണമെന്ന് വചനം നമ്മളോട് പറയുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, 1:25 പറയുന്നു, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ, ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. നമ്മൾ നമ്മുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും അതുപോലെ യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മമായി അത് ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുക. അങ്ങനെയുള്ളവർ തന്റെ പ്രവർത്തികളിൽ അനുഗ്രഹീതരാകുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. രക്ഷ നമുക്ക് സ്വന്തമായി കഴിഞ്ഞു എന്ന ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ രക്ഷയുടെ ആഴവും പരപ്പും ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കേണ്ടവരല്ല. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ സമൂഹമായി തീരാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. മനുഷ്യപുത്രന്റെ മുറിപ്പെടലിലൂടെ യേശു എങ്ങനെ നമ്മെ രക്ഷിച്ചു എന്ന് വചനാധിഷ്ഠിതമായ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ യേശു ഏകരക്ഷകൻ എന്ന നിത്യസത്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിച്ച ടോമിച്ചൻ ചേട്ടന് യേശു നാമത്തിൽ നന്ദി പറയുന്നു. ഷിക്കാഗോ രൂപതയുടെ പിതാവും ആദ്യ ബാച്ച് മുതൽ മിസ്സിയോ കുടുംബത്തോടൊപ്പം മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ നയിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മാർ ജോയി ആലപ്പാട്ട് പിതാവ് നമ്മുടെ മീറ്റിങ്ങുകളിൽ സാധാരണ പങ്കെടുക്കാറുള്ളതാണ്. ഇന്ന് പിതാവിന് എന്താ അസൗകര്യമുള്ളതിനാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അടുത്തതായി നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ആലീസ് കുട്ടി ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഏതായാലും നമ്മള് ഇന്നത്തെ സെഷൻസിലൂടെയെല്ലാം പ്രത്യേകിച്ച് രാജേഷിന്റെ പ്രഭാഷണത്തിലൂടെയും ലാലിയുടെ ടെസ്റ്റ് മണിയിലൂടെയും ടോമിച്ചന്റെ പ്രസന്റേഷനിലൂടെയും എല്ലാം ഒരു വലിയ സത്യം അല്ലേ പറഞ്ഞ മാലാഖമാർ പാടിയത്, സർവ്വലോകത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞത്, ആ മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട് ഇന്ന് നമ്മുടെ അനുഭവമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതായത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ വലിയ സത്യം ഈശോ പറഞ്ഞില്ലേ, വഴിയും സത്യവും ജീവനും ഞാനാ. ശരിക്കും ആ വലിയ സത്യം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ചോദിച്ചാൽ പറഞ്ഞല്ലോ, ഗലാത്യർക്ക് പറഞ്ഞ നമ്മള് സ്വതന്ത്രരാണ്, ഇനി അന്ധകാരത്തിന്റെ ആധിപത്യത്തിലേക്ക് നമ്മൾ പോകരുതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഈ ഒരു വലിയ സത്യം നമ്മൾ വേണ്ട വിധത്തിലൊന്ന് അറിഞ്ഞു കഴിഞ്ഞാല് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഭൂലോകം നിറച്ചോടി നടന്നുകൊണ്ട്
ഈ സത്യം വിളിച്ചു പറയുകയല്ലേ, പണ്ട് സമറിയാക്കാരി സ്ത്രീ പോയതുപോലെ ഇല്ലേ? അതുപോലെ പോകത്തക്ക വിധത്തിൽ ഈ സത്യം നമ്മളില് വേരൂന്നട്ടെ, ആഴപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നതാ. അതിന് മുമ്പത്തെ ആഴ്ച ദൈവം സ്നേഹിക്കുന്നു പറഞ്ഞു. ആ സ്നേഹത്തിന്റെ ആഴം തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. 1 യോഹന്നാൻ 3:16 പറയുന്നത് യേശു ക്രിസ്തു സ്വന്തം ജീവൻ നമുക്കായി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ ഈ ഒരു ദൈവവചനം അനുസരിച്ചൊക്കെ ജീവിക്കാൻ ആവത്തക്ക വിധത്തില് ഈ വചനം നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതങ്ങൾ തന്നെ ട്രാൻസ്ഫോംഡ് ആകും. ഈ ഒരാഴ്ച ഈ ഒരു വലിയ സത്യം, അതായത് നമ്മൾ ആരും ഈ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, കരഞ്ഞിറക്കേണ്ടവരല്ല. വി ആർ ഓൾറെഡി റാൻസം ഉണ്ട്. നമുക്ക് വേണ്ട വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞതാണ്. ഇനിയും നമ്മൾ ആരും ഇങ്ങനെ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല എന്നുള്ള വലിയ സത്യം. നമ്മൾ ഓൾറെഡി സേവ്ഡ്. 2000 കൊല്ലം മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു പത്രോസിനെ പറഞ്ഞില്ലേ, നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണം, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പാപങ്ങളെല്ലാം അവന്റെ മേലേറ്റിട്ട് അവൻ മരിച്ച് നമ്മളെ അങ്ങ് സ്വതന്ത്രരാക്കി എന്നുള്ള വലിയ സദ്വാർത്തയാണ് ഇന്ന് നമ്മൾ എല്ലാവരിലൂടെയും നമ്മൾ കേട്ടത്. ഇത് ഈ ആഴ്ചയിൽ നമ്മുടെ മനസ്സില്, നമ്മുടെ ജീവിതത്തില് അങ്ങനെയൊന്ന് ആഴപ്പെടാൻ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈ വചനം ഈ എല്ലാ ദിവസവും ഉണ്ടല്ലോ ദൈവവചനം, നമുക്ക് വേർഡ് ഓഫ് ദ ഡേ അതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോഴേക്ക് അതൊക്കെ നമ്മൾ ഇതൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പറഞ്ഞു പല പ്രാവശ്യം നമ്മൾ കേട്ടതല്ലേ, ഈ ഇനീഷ്യൽ പ്രൊക്ലമേഷനോട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു വലിയ സദ്വാർത്തയോടെ നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഒരു പ്രത്യുത്തരം നമ്മളത് അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഈ വചനം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ട്രാൻസ്ഫോംഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ആർക്കും ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കാനേ പറ്റില്ല. ആ പെണ്ണ് വെള്ളം കോരാൻ പോയത് അതിലെ സമറിയാക്കാരി സ്ത്രീ ചെന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേക്ക് അവള് ഓടിപ്പോയി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാമല്ലോ. ശരിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തെയും ട്രാൻസ്ഫോം ചെയ്യാനുള്ള ആ വലിയ സദ്വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഏത് ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ വേതനം മരണമാണ്. പാപി മരിക്കണം. പക്ഷെ പാപി മരിച്ചാൽ പരിഹാരമാവില്ല. അതിന്റെ പാപത്തിന്റെ വേതനം കോൺസിക്വൻസ് ആണ്. നമ്മൾ എല്ലാവരും മരിച്ചാലും നമുക്ക് ആർക്കും നമ്മളെ രക്ഷിക്കാനാവില്ല. സ്വയം രക്ഷപ്പെടാനും പരസ്പരം രക്ഷിക്കാനും ആവില്ല. പാപമില്ലാത്തവൻ, നീതിരഹിതർക്ക് വേണ്ടി നീതിമാൻ മരിക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ പേര് 10 പേർ ഒന്നിച്ച് വെടിവെക്കാനായിട്ട് പോയെടുത്തുനിന്ന് അവർക്ക് വേണ്ടി മരിച്ച വിശുദ്ധനുണ്ടല്ലോ. അപ്പൊ ആ ഗണത്തിൽപ്പെടാത്ത ഒരാൾക്ക് അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ പാപികളുടെ ഗണത്തിൽപ്പെടാത്ത യേശുക്രിസ്തു വന്ന് പാപത്തിന്റെ വേദനമായ മരണം ഏറ്റെടുത്തപ്പോൾ രക്തം ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഈശോ നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി. ഞാൻ ഓർക്കായിരുന്നു അന്ന് ഈശോയെ മരണശിക്ഷയ്ക്കൊക്കെ വിധിച്ച് ഇരിക്കുന്ന നേരത്താണ് പീലാത്തോസ് വലിയ കാര്യത്തിൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ വിട്ടു തരാറുണ്ടല്ലോ, ആരെയാ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബറാബാസിനെ വേണോ യേശുക്രിസ്തുവിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൊണ്ട് ബറാബാസ് എന്ന് പറഞ്ഞ് ബറാബാസിനെ ഏറ്റുവാങ്ങിയില്ലേ. ശരിക്ക് നമ്മൾ ഓരോരുത്തരും ആ ബറാബാസിന്റെ സ്ഥാനത്തായില്ലേ. ആ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയി. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരപ്പന് 2 മക്കളെ, ചേട്ടനും അനിയനും. ചെറുപ്പത്തിൽ അപ്പൻ മരിച്ചുപോയി. അപ്പം മരിക്കുമ്പോൾ അനിയനാണ് വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ ഞാൻ നടക്കുന്നവന്, ചേട്ടൻ മിടുക്കനായിട്ടൊക്കെ പഠിച്ചു കയറി വരുന്ന ആളാണ്. അപ്പൊ അപ്പൻ ആരുടെ സമയത്ത് പറഞ്ഞു, മോനെ അനിയന്റെ കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ പഠിച്ച് വക്കീലായി, ജഡ്ജിയായി,
പക്ഷെ മകൻ കൂട്ടുകെട്ടിപ്പെട്ട് ആകപ്പാടെ ചെന്ന് അവസാനം ഒരു കൊലപാതകത്തിലൊക്കെ പെട്ടിട്ട് ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ആകപ്പാടെ രക്തം നിറഞ്ഞ കുടുംബമൊക്കെ ആയിട്ട് വന്നിട്ട് ചേട്ടാ ഒരു അബദ്ധം പറ്റി, ഇങ്ങനെ ഒരു ഇത് പറയും. അപ്പൊ ചേട്ടനൊന്നും ചെയ്യാൻ പറ്റുകയല്ലോ. ചേട്ടൻ അപ്പോഴത്തെ ജഡ്ജി കേസൊക്കെ വന്നു, അവസാനം വിധിയായി, തെളിവുകളെല്ലാം ഈ അനുജനെതിരായിട്ടായിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് മരണശിക്ഷയ്ക്ക് വിധിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ആ വിധി നടപ്പിലാക്കേണ്ട തലേ ദിവസം രാത്രിയിൽ ഇവൻ ജയിലിലായിരിക്കുമ്പോൾ ചേട്ടൻ അവന്റെ അടുത്ത് വന്നത്രേ. അവൻ രാത്രിയിൽ വന്നിട്ട് അപ്പോഴേക്ക് ഇവന് നല്ല അരിശമുണ്ടായിരുന്നു. ചേട്ടൻ വിചാരിച്ചായിരുന്നു രക്ഷിക്കായിരുന്നല്ലോ എന്നൊക്കെ അവന്റെ വിചാരം. എന്നിട്ട് അവൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, തന്റെ വസ്ത്രമെല്ലാം ഊരി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇട്ടിരിക്കുന്ന ഇങ്ങോട്ട് താ, എന്നിട്ട് ഇത് ഇട്ട് നീ ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ജഡ്ജി ആയതുകൊണ്ട് കാവൽക്കാരനൊക്കെ അറിയാം. അപ്പൊ ഇദ്ദേഹം വന്ന് കണ്ടിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞ അനിയൻ ഏതായാലും ചേട്ടന്റെ വഴി ഒന്ന് നോക്കിക്കോളൂ എന്ന് ഓർത്ത് ഇദ്ദേഹം ഇറങ്ങിപ്പോയി. എന്നിട്ട് നാട് വിട്ടോളണമെന്ന് പറഞ്ഞു. ഇവൻ പോയി. അത് കഴിഞ്ഞപ്പോഴാ പിറ്റേ ദിവസം തൂക്കുമരത്തില് ചേട്ടനെ കൊന്നു. അയ്യൻ രക്ഷപ്പെട്ടു. അയ്യന്റെ സ്ഥാനത്ത് ചേട്ടൻ മരിച്ചത് കഥയാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. അപ്പോൾ ആ ഒരു സത്യം ബറബ്ബാസിന്റെ സ്ഥാനത്തും ഇതുപോലെ എല്ലാം ആ പാപം മൂലം മരണത്തിന് വിധിക്കപ്പെട്ട നമുക്ക് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുയർത്തത് വഴി യേശു മരിച്ച് നമ്മുടെ രക്ഷകനായി, ഉയർത്ത് നമ്മുടെ കർത്താവായി, സ്വർഗത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അഭിഷിക്തനായി. അങ്ങനെ ഒരു അവിടുത്തെ മരണവും ഉദ്ധാനവും മഹത്വീകരണവും വഴി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമായ ആ ഈശോ, നമുക്ക് ഇങ്ങനെ ഒരു ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ സത്യത്തില് നമുക്ക് ആനന്ദിക്കാനും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ശരിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ആഴ്ച നമ്മൾ കാണും. ഈ ആഴ്ച ഈ ഒരു വലിയ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവെ, ഓരോരുത്തർക്കും രക്ഷിക്കാനാവാത്ത സാഹചര്യത്തില് എനിക്ക് വേണ്ടി മരിച്ച് എന്നെ വീണ്ടെടുത്ത അങ്ങേക്ക് നന്ദി. കർത്താവെ സ്തുതി എന്ന് പറഞ്ഞ് കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. തീക്ഷ്ണത തുളുമ്പുന്ന വാക്കുകളിൽ ഹൃദയസ്പർശിയായ കഥകളിലൂടെ യേശു ഏകരക്ഷകൻ എന്ന ഈ പ്രസന്റേഷനെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ച ആലിസൂട്ടി ആന്റിക്ക് ഏറെ നന്ദി. അടുത്തത് അനൗൺസ്മെന്റ് ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചില സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറി ഫേക്ക് ID ഉപയോഗിച്ച് പല വിധത്തിലുള്ള പണമിടപാടുകൾ സംബന്ധിച്ച അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു, കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും അത്തരക്കാർക്ക് കൈമാറരുത്. അത്തരം അവസരങ്ങളിൽ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക. ഞങ്ങൾ സത്വര നടപടികൾ എടുക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ആത്മാർത്ഥതയോടെയാണോ അത്രയും ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഓഗസ്റ്റ് 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ച കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9061954230. ഓഗസ്റ്റ് മാസം 5 മുതൽ 10 വരെ രാവിലെ 9:30 മുതൽ 5:30 വരെ തൊടുപുഴ മുതലക്കോടം ഫൊറോന ദേവാലയത്തിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് അഥവാ കെറീഗ്മ നടത്തപ്പെടുന്നു. ആ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9526038446 or 9605597650. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്.
സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി ഫാദർ മനോജ് താനിയിലച്ചനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നതിനെ കുറിച്ചും എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് എങ്ങനെയാണ് രക്ഷ തന്നതെന്നൊക്കെയാണ് നമ്മൾ ശ്രവിച്ചത്. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തില് 11ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകനാണ്. ഇത് മുകളിൽ നിന്ന് നമുക്ക് ദാനമായി ലഭിച്ച വിശ്വാസമാണ്, നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല. ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഇത് വായിക്കാനും കേൾക്കാനും ഒക്കെ ഒത്തിരി രസമുള്ള കാര്യമാണ്. പക്ഷെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്, എൻ്റെ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മുടി എണ്ണപ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ രക്ഷ എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ക്രിസ്തു മരിച്ചു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നിലുമല്ല എൻ്റെ ആശ്രയം യേശുവിൽ മാത്രമാണ്, അല്ലെങ്കിൽ തമ്പുരാനിൽ മാത്രമാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഈ ദിവസങ്ങളിൽ, ഈ ഒരാഴ്ചയിൽ നമ്മുടേതാക്കി മാറ്റണം. ഈ ഖണ്ഡികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിയെ മുഴുവനായും മാനവരാശിയെ സമ്പൂർണമായും സമാശ്ലേഷിക്കുന്ന സമഗ്ര വിമോചനം പ്രദാനം ചെയ്യാനാണ് യേശു ക്രിസ്തു വന്നത്. വ്യക്തിയെ മുഴുവനായും, അതായത് ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന അവസ്ഥയിൽ, അവരവർ അർഹിക്കുന്ന അവസ്ഥയിൽ തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും കൈവിടില്ല എന്നുള്ള ബോധ്യമാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോഴാണ് അവരെന്നേക്കാളും നല്ലതല്ലേ, അല്ല ഞാൻ അവരെക്കാളും മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കുക. പക്ഷെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്ന തമ്പുരാൻ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ വ്യക്തിപരമായും എന്നാൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ അടുക്കലാണ് നമ്മളുള്ളതെന്നുള്ള ബോധ്യം നമുക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകട്ടെ. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, തമ്പുരാനെ നിന്നെ ആശ്രയിക്കുവാൻ, നിന്റേതായി മാറാൻ. പലപ്പോഴും എല്ലാവരുടെയും കൂടെ എന്നെ എണ്ണുമ്പോൾ എനിക്ക് വിശ്വാസക്കുറവും അല്ലെങ്കിൽ സാന്ത്വനമില്ലാത്ത അവസ്ഥയും ആശ്വാസമില്ലാത്ത അവസ്ഥയും ഒക്കെയുണ്ട്. പക്ഷെ നീ എന്നെ തിരഞ്ഞെടുത്ത് നീ എന്നെ വ്യക്തിപരമായി രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള ബോധ്യവും ധൈര്യവും അങ്ങ് എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, വിസിയോ ടീമിനെയും, ഞങ്ങൾ ഇടപെടുന്ന എല്ലാ വ്യക്തികളെയും, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയും, ഞങ്ങളായിരിക്കുന്ന മേഖലകളെയും എല്ലാം അങ്ങ് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി സ്തുതി.
സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. പൗരോഹിത്യ ആശീർവാദമാണ് എല്ലാ ശുശ്രൂഷകളെയും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. അച്ഛന് ഏറെ നന്ദി. ഒപ്പം മനോഹരമായ താങ്ക്സ് ഗിവിംഗ് പാട്ടിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ നിറച്ച സിസി ചേച്ചിക്കും ഈ സെഷൻ പങ്കെടുത്ത എല്ലാവർക്കും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.